തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട 40 ലക്ഷത്തിന്റെ സ്വർണം പിടികൂടി എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. സലീം മാലിക് തിരുവനന്തപുരത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. സലീം, കുറച്ചു നാളുകളായി വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് അത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും മറ്റൊരു സ്വർണ്ണവേട്ട, അതും തിരുവനന്തപുരത്താണ്. 40 ലക്ഷം രൂപയുടെ സ്വർണ്ണമല്ലേ? വിവരങ്ങൾ. പ്രജിൻ, ഈ സംസ്ഥാനത്തൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ സ്വർണ്ണവേട്ട നടക്കുന്നത്. മാത്രമല്ല, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഏറെക്കാലത്തിന് ശേഷമാണ് ഈ നിലയിൽ ഒരു സ്വർണ്ണവേട്ട നടക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്തുകാർ തിരുവനന്തപുരം വിമാനത്താവളം തിരഞ്ഞെടുക്കാറില്ല. വളരെ കുറച്ചു മാത്രമാണ് ആ നിലയിൽ തിരുവനന്തപുരം വിമാനത്താവളം വഴി സ്വർണ്ണ കടത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ 40 ലക്ഷത്തിന്റെ സ്വർണ്ണമാണ് തിരുവനന്തപുരം വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ചത്. തമിഴ്നാട് സ്വദേശി സെന്തിൽ രാജേന്ദ്രനാണ് ഈ സ്വർണവുമായി പിടിയിലായത്. 2 ജീൻസുകൾക്കുള്ളിലാണ് സ്വർണം ഒളിപ്പിച്ചിരുന്നത്. ഒരു ജീൻസും അതിന്റെ മുകളിലൂടെ മറ്റൊരു ജീൻസ് കൂടി ഇട്ട് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഈ സ്വർണം സൂക്ഷിക്കുകയായിരുന്നു. കസ്റ്റംസിന് രഹസ്യ വിവരം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് സ്വർണം കണ്ടെത്തിയത്. അത് ഈ നിരവധി മാലകളും ചെയിനുകളുമാണ് കൂടുതലായി ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു കയറിൽ പൊതിഞ്ഞതിന്റെ സമാനമായ രീതിയിൽ 2 സ്വർണങ്ങൾ മറ്റു സ്ഥലത്തും സൂക്ഷിച്ചിരുന്നു. അങ്ങനെയാണ് ഈ സ്വർണം പിടികൂടിയത്. നിലവിൽ ഇത് എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോയി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കസ്റ്റംസ് അന്വേഷിക്കുന്നത്. ശരി, സലീം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.